നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം എന്താണെന്നറിയോ? വേറെ ആരുടെ കയ്യിൽ നിന്നും ഒരു അപകടം എനിക്ക് പറ്റിയാലും അത് എന്റെ മകന്റെ കയ്യിൽ നിന്ന് ഒരു അപകടം പറ്റല്ലേ എന്ന് ഒരമ്മയുടെ പ്രാർത്ഥനയാ. അതൊന്നും ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പത്മയ്ക്ക് ലേബലുകൾ ഒരുപാടുണ്ടല്ലോ. അഹങ്കാരി, ധിക്കാരി, മനുഷ്യത്വം ഇല്ലാത്തവള്, സാഹചര്യം നോക്കാതെ സംസാരിക്കുന്നവള്, അങ്ങനെ അങ്ങനെ ഒരുപാട്. തോൽക്കാൻ മനസ്സില്ലാത്ത കാര്യങ്ങളിൽ ആരുടെ മുമ്പിൽ ഞാൻ തോൽക്കില്ല. അത് ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കില്ല. പക്ഷെ പത്മയ്ക്കൊരു മനസ്സുണ്ട്. ഒരമ്മയുടെ മനസ്സ്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ അവന്റെ ചെവിയിലൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് നിങ്ങള്. ഇന്ദ്രജെ ഓഫീസിൽ പോകാതെ തന്നോടൊപ്പം പർച്ചേസിന് വന്നു എന്ന് പറഞ്ഞാൽ ആന്റി ചിലപ്പോ സമ്മതിക്കില്ല. അത് മമ്മിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. വിജയ് ഇതൊരു ഓഫീസിൽ പോയില്ലേ? പറഞ്ഞില്ലേ? അത് മമ്മി, എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. വിജയ് കൂടെ വരികയാണെങ്കിൽ. വിജയ്ക്ക് ഓഫീസിൽ ജോലിയില്ലേ? നിങ്ങൾ എന്തെങ്കിലും പർച്ചേസിന് പോവാണെങ്കിൽ അത് അവധി ദിവസങ്ങൾ തിരഞ്ഞെടുക്ക്. നാളെ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാനാ. ആന്റി ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യ ജോലികളുണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് വയ്ക്കാം. അല്ലെങ്കിൽ പർച്ചേസിന് പോവാം. ശരി ശരി, കാര്യം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഓഫീസിൽ എത്തണം. വേദ എവിടെ? അവൾ ഉറക്കം എഴുന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് കണ്ടില്ല. ഈ നേരമായിട്ട് എഴുന്നേറ്റില്ല? നീ ഒന്ന് പോയി നോക്കിയേ, അവളെ ചെന്ന് വിളിച്ചിട്ട് വാ. ഞാൻ ഇറങ്ങാറായോ? പത്മ, ഇന്നലത്തെ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. അത് ഇന്നലത്തെ രാത്രി കൊണ്ട് അവസാനിച്ചു. മനസ്സിലായോ? ഓടിക്കോ ഇന്ദ്രജേ. മമ്മി, മമ്മി ഓടി വാ. ആന്റി, അയ്യോ മമ്മി, ആന്റി. എന്ത്? ഓടി വാ. മമ്മി ഒന്ന് വേഗം വാ. വരാടി. എന്താ ഇത്? എന്താ എന്താ വിളിച്ചേ? മമ്മി, വേദയ്ക്ക് അവക്കെന്തു പറ്റി? മമ്മി ഒന്ന് ചെന്ന് നോക്കിയേ. മോളെ വേദ, എന്താ മോളെ, പനിയാണോ? മമ്മി വേണ്ട. അവളുടെ മുഖത്തൊന്ന് നോക്കിയേ.
ഈശ്വരം, ചിക്കൻ ബോക്സ് ആണല്ലോ. ഇങ്ങോട്ട് വാ. മോളെ മോളെ പേടിക്കണ്ട കേട്ടോ.